ഹായ്, സോ വെൽക്കം ബാക്ക് ടു അനദർ ഫാർമസി റിലേറ്റഡ് കോണ്ടന്റ്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഡ്രഗ് എന്ന് പറയുമ്പം വെരി കോമൺ ആയിട്ടുള്ള ഒരു മെഡിസിനെ കുറിച്ചിട്ടാണ്. വേറെ ആരുമല്ല, സിട്രസിൻ. എനിക്ക് തോന്നുന്നത് നമ്മൾ എല്ലാവരും വൺ ടൈമെങ്കിലും നമ്മൾ കഴിച്ചിട്ടുള്ള ഒരു ഡ്രഗ് ആയിരിക്കും ഈ സിട്രസിൻ എന്ന് പറയണത്. കാരണം നമ്മൾ എന്തെങ്കിലും പനിയായിട്ടോ എന്തെങ്കിലും മൂക്കൊലിപ്പ് അല്ലെങ്കിൽ എന്തെങ്കിലും ഇറിറ്റേഷൻ പോലത്തെ എന്തെങ്കിലും ഒരു ഇതായിട്ട് നമ്മൾ മെയിൻലി പനി റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും അസുഖമായിട്ട് ഡോക്ടറിനെ കാണാൻ പോയാൽ ഡോക്ടർ നമ്മുടെ പ്രിസ്ക്രിപ്ഷനിൽ എഴുതുന്ന ഒരു ഡ്രഗ് ആയിരിക്കും ഈ സിട്രസിൻ എന്ന് പറയുന്നത്. അവിടെ നിൽക്കട്ടെ, ഇനി നമുക്ക് മെയിൻ ആയിട്ട് ഈ സിട്രസിൻ ടാബ്ലറ്റ് എന്തിനാണ് നമ്മൾ എടുക്കണത്, മീൻസ് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യണമെന്ന് നോക്കാം. നമ്മുടെ ബോഡിയിൽ ഒരു കെമിക്കൽ ഉണ്ട്, ഹിസ്റ്റമിൻ എന്ന് പറയും. അപ്പോൾ ഈ ഒരു ഹിസ്റ്റമിൻ എന്ന് പറയുന്ന കെമിക്കൽ നമുക്ക് തുമ്മല്, അതുപോലെ ഇച്ചിനസ്, റണ്ണിങ് നോസ്, പിന്നെ അലർജി, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഉണ്ടാക്കും, നമ്മുടെ ബോഡിയിൽ ഉണ്ടാക്കും. അപ്പം അതിനെ തടയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഹിസ്റ്റമിൻ മീൻസ് ആന്റി ഹിസ്റ്റമിൻ ആയിട്ടുള്ള ഈ ഒരു ഡ്രഗ് നമ്മൾ കഴിക്കണത്, അതായത് സിട്രസിൻ കഴിക്കണത്. അപ്പോൾ സിട്രസിൻ കഴിക്കുമ്പം ഈ ഒരു എല്ലാ ആക്ടിവിറ്റീസിനെയും ബ്ലോക്കായിട്ട് നമുക്ക് ഈ തുമ്മല്, അലർജി ഇതെല്ലാം കുറയ്ക്കും. അപ്പോൾ ഇതാണ് അതിന്റെ മെയിൻ ആയിട്ടുള്ളൊരു യൂസ്. അപ്പം ഇത് കഴിച്ചു കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് ആൾക്കാർ പറയണതാണ് സിട്രസിൻ കഴിച്ചാൽ ഇപ്പോൾ ഉറക്കം വരും. അപ്പം അതിനുള്ളൊരു റീസൺ എന്തുകൊണ്ടാണ് നമുക്ക് ഈ സിട്രസിൻ ടാബ്ലറ്റ് കഴിച്ചാൽ ഉറക്കം വരണത് എന്തുകൊണ്ടാണെന്നാണ് പറയാൻ പോണത്. അപ്പം അതൊരു മെയിൻ ആയിട്ടുള്ളൊരു സൈഡ് എഫക്റ്റും കൂടെയാണ് ഈ സിട്രസിന്റെ. അതായത് നമ്മൾ ഈ അലർജി, ഇതുപോലെ ഈ കെമിക്കൽ ഉണ്ടല്ലോ, ഈ ഹിസ്റ്റമിൻ എന്ന് പറയുന്ന കെമിക്കൽ ഈ അലർജി, തുമ്മല്, അത് കൂടാതെ നമ്മളെ ഇങ്ങനെ ആക്റ്റീവ് എന്നല്ല, നമുക്കിങ്ങനെ ഉറക്കം തരാതെ അവേക്കായിട്ട് നിർത്തും ഈ ഒരു കെമിക്കൽ. അപ്പം നമ്മൾ ഈ ആന്റി ഹിസ്റ്റമിൻ ആയിട്ടുള്ള ഈ ഒരു സിട്രസിൻ എന്ന് പറയുന്ന സംഭവം എടുത്തു കഴിയുമ്പോഴേക്കും നമ്മൾ ആ ഒരു ആക്റ്റീവ് മോഡ് പോയിട്ട് നമ്മളെ സ്ലീപ്പി ആക്കും. അത്രയേ ഉള്ളൂ. അതാണ് നമ്മളിങ്ങനെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു സൈഡ് എഫക്റ്റ് എന്ന് നമ്മളിങ്ങനെ പറയാം. അതുപോലെ ബാക്കി ആന്റി ഹിസ്റ്റമിൻ ഡ്രഗ്സ്, അതായത് സിട്രസിൻ അല്ലാതെ വേറെ ഇങ്ങനത്തെ അലർജിക്കുള്ള ഡ്രഗ് വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഈ സിട്രസിൻ കുറച്ചുറക്കം മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യണം എന്നാണ് പറയാറ്. സോ ബാക്കിയെല്ലാം കമ്പയർ ചെയ്യുമ്പോഴേക്കും ഇതാണ് ബെസ്റ്റ് അലർജിക്ക് വേണ്ടിയിട്ട്. ബാക്കി കുറച്ചും കൂടെ നമുക്ക് ഭയങ്കര സ്ലീപ്പി, ഡിസിനെസ് ഒക്കെ ഓവർഡോസ് ആയിട്ട് ചിലവർ യൂസ് ആക്കാറുണ്ട്. മെയിൻലി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സിട്രസിൻ കഴിച്ച് ഉറക്കം വരും. അപ്പോൾ ഈ ഉറക്കം ഇല്ലാത്ത ആൾക്കാരൊക്കെ ഈ ഉറക്ക ഗുളിക പോലെ ഈ സിട്രസിൻ എടുക്കാറുണ്ട്. ഇങ്ങനെ ഓവർഡോസ് ആയിട്ട് എടുത്ത് കഴിയുകയാണെങ്കിൽ നമുക്ക് ഡ്രൈ മൗത്ത് കോസ് ചെയ്യും, അതുപോലെ ഡിസിനെസ്, അതായത് ഭയങ്കര ക്ഷീണവും അങ്ങനെയൊക്കെ ആയിരിക്കും. പിന്നെ നമ്മൾ ഈ കൺഫ്യൂഷൻ, അതായത് നമുക്ക് ബ്രെയിൻ ഒരു കൺഫ്യൂഷൻ ഫീലിംഗ് വരും, അതുപോലെ ഒരു മന്ദത, ബ്രെയിൻ ഫോഗ്, അങ്ങനത്തെയൊക്കെ സംഭവങ്ങളുണ്ടാകും ഇങ്ങനെ ഓവർഡോസ് ആയിട്ട് എടുത്ത് കഴിയാൻ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഒരു സിട്രസിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളും ഒരു ഓവർവ്യൂ. സോ ഇന്നത്തെ പോലത്തെ ഈ കൈൻഡ് ഓഫ് വീഡിയോ, ഫാർമസി റിലേറ്റഡ് കോണ്ടന്റ്, ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ don't forget to like, share and subscribe. So thank you for watching. See you in next vlog. Bye.